ന്യൂയോർക്ക് ടൈംസിൻ്റെ ബെസ്റ്റ് സെല്ലറായിട്ടുള്ള ക്വയറ്റ് എന്ന പുസ്തകത്തിൻ്റെ ഓത്തറായിട്ടുള്ള സൂസൻ കെയ്ൻ തൻ്റെ പുസ്തകത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. അവർ തൻ്റെ സ്റ്റുഡൻസിന് ഒരു ടാസ്ക് കൊടുക്കുന്നു. ക്ലാസ്സിലെ ഓരോ വിദ്യാർത്ഥിക്കും അവർ ഓരോ ടോപ്പിക്ക് പഠിക്കാനായി കൊടുക്കുന്നു. ക്ലാസ്സിൽ ആ ടോപ്പിക് പഠിച്ചതിന് ശേഷം ആ ടോപ്പിക് അവിടെ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കൂടി ടീച്ചർ പറയുകയാണ്. ഇതിന് ശേഷം ഓരോ വിദ്യാർത്ഥിയും അവർ വിളിച്ച് അവർക്ക് കൊടുത്ത ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണ്. അങ്ങനെ ഓരോ സ്റ്റുഡൻറ്റും അവർക്ക് കൊടുത്ത വിഷയം എന്താണോ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി മാത്രം ആ നോട്ടുകൾ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ ടേൺ വന്ന സമയത്ത് അവനോട് ചോദിച്ചപ്പോൾ അവൻ ഒരു ടോപ്പിക്കിനെ പറ്റിയും പഠിച്ചില്ല, അതുകൊണ്ട് അവനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട ടീച്ചർക്ക് ദേഷ്യം വന്ന് അവന് ഒരുപാട് വഴക്ക് പറയുകയും ഈ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം വെച്ച് നാളെ എക്സാം ഉണ്ടാവും, അതുകൊണ്ട് എല്ലാവരും നന്നായി പഠിച്ചിട്ട് തന്നെ വരണം, നാളെ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം ആദ്യമേ കൊടുത്ത ടോപ്പിക്സിൽ എക്സാം കണ്ടക്ട് ചെയ്യുകയും അങ്ങനെ എക്സാം എഴുതുന്നതിനിടയിൽ ആദ്യം തന്നെ എക്സാം ഷീറ്റ് സബ്മിറ്റ് ചെയ്തത് ഇന്നലെ വഴക്ക് കിട്ടിയ കുട്ടിയായിരുന്നു. ഇത് കണ്ട് ടീച്ചർ ഞെട്ടിപ്പോയി. അവനൊന്നും എഴുതി കാണില്ല എന്ന് കരുതി ടീച്ചർ അവനെ വഴക്ക് പറയാൻ വേണ്ടി ആ പേപ്പർ എടുത്ത് മുഴുവൻ വായിച്ചു നോക്കി. എന്നാൽ ആൻസർ പേപ്പർ മുഴുവൻ ചെക്ക് ചെയ്തപ്പോൾ അവന് ഫുൾ മാർക്കാണ് കിട്ടിയതെന്ന് ടീച്ചർക്ക് മനസ്സിലായി. ഇത് കണ്ട് ടീച്ചർ ശരിക്കും ഞെട്ടിപ്പോയി. ഇനി എക്സാം വളരെ ഈസി ആയതുകൊണ്ടാണോ എന്ന് കരുതി അവർ മറ്റുള്ള കുട്ടികളുടെ പേപ്പറെല്ലാം ചെക്ക് ചെയ്തു. എന്നാൽ അവർക്കൊന്നും തന്നെ വലിയ മാർക്കൊന്നും കിട്ടിയില്ല. മാത്രമല്ല ആർക്കും തന്നെ ഫുൾ മാർക്ക് കിട്ടിയിട്ടുമില്ല. ഇത് കണ്ടപ്പോൾ ടീച്ചർ ശരിക്കും ഞെട്ടിപ്പോയി. അവനോട് ഇന്നലെ എത്ര മണിക്കൂർ പഠിച്ചു എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞത് ഇന്നലെ പഠിച്ചൊന്നുമില്ല, വെറും 10 മിനിറ്റ് മാത്രം ഒന്ന് റിവൈസ് ചെയ്തു എന്ന് മാത്രമാണ്. അവൻ എഴുതിയ നോട്ട്സ് നോക്കിയപ്പോഴാണ് ടീച്ചർക്ക് കാര്യം മനസ്സിലായത്. ഇന്നലെ അവൻ ക്ലാസ്സിൽ എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയും അത് അവൻ 10 മിനിറ്റ് കൊണ്ട് റിവൈസ് ചെയ്തിട്ടാണ് എക്സാമിന് അവൻ വന്നത്. എന്നാൽ മറ്റുള്ള സ്റ്റുഡൻസ് ഒക്കെ തന്നെ 2, 3, 4 മണിക്കൂർ പഠിച്ചിട്ടും അവൻ്റെ അത്ര മാർക്ക് സ്കോർ ചെയ്യാനോ ഈവൻ നല്ല മാർക്ക് പോലും എക്സാമിന് സ്കോർ ചെയ്യാനും പല കുട്ടികൾക്കും പറ്റിയില്ല. ഇതിൽ നിന്നും നമ്മൾ ഒരിക്കലും ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ, ഉദാഹരണത്തിന് ബിൽ ഗേറ്റ്സ്, മാർക്ക് സക്കർബർഗ്, എലോൺ മസ്ക്, ഇവരെല്ലാം തന്നെ ലൈഫിൽ ഒരുപാടധികം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ടവരാണ്. മാത്രമല്ല അവരുടെ ക്ലാസ്സിലായാലും ഈവൻ സ്കൂളിലായാലും ഒക്കെ തന്നെ വളരെയധികം മോശം പെർഫോമൻസ് കാഴ്ചവെച്ച ആൾക്കാരായിരുന്നു. മാർക്കുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസോ ഒക്കെ വളരെയധികം കുറവാണെങ്കിൽ പോലും അവർ വളരെയധികം സ്മാർട്ട് ആയതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ അവർക്ക് സക്സസ്ഫുൾ ആവാൻ സാധിച്ചത്. ഇവരുടെയൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ട്രെയ്റ്റ് എന്ന് പറയുന്നത് ഇവരെല്ലാം തന്നെ ഇൻട്രോവേർട്സ് ആയിരുന്നു എന്നുള്ളതാണ്. ബിൽ ഗേറ്റ്സ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, if you are clever you can learn to get the benefits of being an introvert, which might be, say, being willing to go off for a few days and think about a tough problem, read everything you can, push yourself very hard to think out of on the edge of that area. Then if you come up with something, you would better learn what extroverts do. You would better hire some extroverts and tap into both set of skills. നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടെന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് തന്നെ ആ ക്വാളിറ്റീസ് ഉപയോഗിച്ച് തന്നെ ആ പ്രോബ്ലത്തെ പറ്റി മനസ്സിലാക്കുകയും അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഈവൻ ഇഫ് നിങ്ങളുടെ ഇൻട്രോവേർഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും യു ക്യാൻ ഹയർ സം എക്സ്ട്രോവേർട്സ് ആൻഡ് മേക്ക് യുവർ വർക്ക് ഹാപ്പൻ. ഇത്തരത്തിൽ നിങ്ങളുടെ സൈലൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന 5 പ്രധാനപ്പെട്ട കാരണങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത്, യു അപ്പിയർ മോർ പവർഫുൾ. മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സൈലൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പവർ കാണിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചാറ്റ് ബോക്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ആളുകൾ എപ്പോഴും വില വെക്കണമെന്നില്ല. കാരണം അയാൾ എപ്പോഴും എന്തെങ്കിലും കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയും അയാൾ പറയുന്നതിൽ കുറച്ചു കാര്യം മാത്രമേ കാര്യമുള്ളതുള്ളൂ, ബാക്കിയെല്ലാം വെറും നോൺസെൻസ് ആണെന്ന് കരുതി ആരും തന്നെ അവർ പറയുന്നത് കേൾക്കാനോ അവരുടെ വാക്കുകൾക്ക് വില വയ്ക്കാനോ പോകുന്നില്ല. എന്നാൽ അതേസമയം ആവശ്യത്തിന് മാത്രം സംസാരിക്കുകയും ആവശ്യത്തിന് മാത്രം ശബ്ദമുയർത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർ സംസാരിക്കുന്ന പോയിന്റ് വിൽ ബി വാലിഡ് എന്ന ഒരു ചിന്ത ജനങ്ങൾക്കുണ്ടാവും. തീർച്ചയായിട്ടും ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. അത് എല്ലാവർക്കും ആക്വയർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യവുമല്ല. ഉദാഹരണത്തിന് ഫ്രഞ്ച് മൊണാർക്കായിട്ടുണ്ടായിരുന്ന ലൂയി 14 ഏറ്റവും ധൈര്യമേറിയ സോവറിൻ കൺട്രിയുടെ മൊണാർക്ക് എന്ന ബഹുമതി അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹം ഇത്തരത്തിലൊരു ബഹുമതി സ്വന്തമാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്കില്ല് കൊണ്ട് തന്നെയാണ്. അദ്ദേഹം വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു ലീഡറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആളുകൾക്ക്, അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള മിനിസ്റ്റേഴ്സിന് പോലും അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിക്കാൻ ഭയമായിരുന്നു. കാരണം അദ്ദേഹം വളരെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരാളായിരുന്നു. അനാവശ്യമായ ഒരു കോൺവെർസേഷൻസും അദ്ദേഹം എൻ്റർടൈൻ ചെയ്യില്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഭരണകാര്യങ്ങളും അതുപോലെ രാജ്യത്തിൻ്റെ വളരെ പിവറ്റലായിട്ടുള്ള മാറ്റേഴ്സ് മാത്രം സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം മൗനം വെടിഞ്ഞിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഭയമാണ്. കാരണം അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അത് ആരുടെയെങ്കിലും തലയിറക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ യുദ്ധം പ്രഖ്യാപിക്കാനോ
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശിക്ഷ നടപ്പാക്കാനോ ഒക്കെ ആയിരിക്കും എന്നൊരു ഭയം ആളുകൾക്കുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സൈലൻസിനെ പോലും ആളുകൾക്ക് വളരെയധികം ഭയമായിരുന്നു. നിങ്ങളുടെ അറിവ്, കഴിവ്, സ്കില്ലുകൾ, ഇൻസ്പിറേഷൻ, നോളജ്, മോട്ടിവേഷൻ ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം 50 പൈസ ചെലവാക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു വഴി പറഞ്ഞുതരാം. നമ്മുടെ ജീവിതത്തിലെ റിലേഷൻഷിപ്പുകളിൽ നമ്മുടെ ജീവിത പങ്കാളി വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ നമുക്കൊരു ജീവിത പങ്കാളി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ നമ്മളെല്ലാവരും കേൾക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എന്നെ സ്നേഹിക്കുന്നില്ല, പഴയ പോലെ സ്നേഹമില്ല, വിവാഹത്തിന് മുമ്പ് നല്ല സ്നേഹമായിരുന്നു, ഇപ്പോൾ സ്നേഹമില്ല, ഇങ്ങനെയൊക്കെ. നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിയെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? ഇതേക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു അതിശക്തമായ പുസ്തകമുണ്ട്. ഇതാണ് 5 ലവ് ലാംഗ്വേജസ്. ഈ പുസ്തകം എൻ്റെ ജീവിതത്തിൽ എന്നെ പേഴ്സണലി വളരെയധികം സ്വാധീനിച്ചൊരു പുസ്തകമാണ്. എന്നാൽ ഞാൻ ഈ പുസ്തകം കുക്കു FM-ൽ നിന്നും ഓഡിയോ ബുക്കായി കേട്ടതാണ്. അമ്മ, അച്ഛൻ, മക്കൾ ആരുമാകട്ടെ, ഇവരുടെ സ്നേഹം ആഗ്രഹിക്കുന്നത് പോലെ അവർക്കും ഉണ്ടാകില്ലേ ആഗ്രഹം? നമ്മുടെ സ്നേഹം അവർക്കും വേണമെന്ന്. ഇത്ര മാത്രം ചിന്തിക്കുക. സ്നേഹം ഒരു ഭാഷയാണ്. അതറിഞ്ഞാൽ ആരെയാണോ അല്ലെങ്കിൽ ആരുടെയാണോ സ്നേഹം കിട്ടേണ്ടത് അത് എളുപ്പമായി തീരുന്നു. ഞാൻ ഈ 50 പൈസയുടെ കാര്യം പറഞ്ഞല്ലോ, ഇത് ഈ പുസ്തകത്തിനെ കുറിച്ചിട്ടല്ല. ഈ പുസ്തകം അടക്കം 50,000-ലധികം പുസ്തകങ്ങൾ ഏറ്റവും ചുരുങ്ങിയ എക്സ്പ്ലനേഷനുകളോടുകൂടെ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ് കുക്കു FM. ഈ കുക്കു FM-ന്റെ ഒരു വർഷത്തേക്കുള്ള മെമ്പർഷിപ്പ് ചാർജ് 399 രൂപയാണ് ആക്ച്വലി. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും 199 രൂപയ്ക്കാണ് കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് ഒരു വർഷത്തേക്ക് ലഭിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം 50 പൈസ 50,000-ലധികം പുസ്തകങ്ങളുള്ള ഒരു ഓഡിയോ ബുക്ക് ലൈബ്രറിക്ക് വേണ്ടി നിങ്ങൾ ചെലവാക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കുക്കു FM-ൽ ജോയിൻ ചെയ്യൂ. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് കേൾക്കൂ. കം ബാക്ക് ടു ദി വീഡിയോ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സൈലൻസ് മേക്സ് യു മോർ ക്രിയേറ്റീവ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജീനിയസുകളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ ഒന്നാമതുണ്ടാവാവുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹം പോലും ഒരു ഇൻട്രോവേർട്ട് ആണെന്ന കാര്യം നമ്മളിൽ പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് മൈൻഡിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഇൻട്രോവേർട്ട് ആയത് ആണ് എന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് മൈൻഡ് കാരണമാണ് നമ്മൾ ഇന്ന് കാണുന്ന പല ഇൻവെൻഷൻസും അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഉണ്ടായതും അത് സയൻസിനെ തന്നെ അതുപോലെ നമ്മുടെ ലോകത്തെ തന്നെ മാറ്റിമറിച്ചതും. അദ്ദേഹത്തിൻ്റെ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കോട്ടാണ് ദ മോണോട്ടോണി ആൻഡ് ദ സോളിറ്റ്യൂഡ് ഓഫ് എ ക്വയറ്റ് ലൈഫ് സ്റ്റിമുലേറ്റ്സ് ദ ക്രിയേറ്റീവ് മൈൻഡ് എന്നുള്ളത്. അതായത് ഏകാന്തതയും അതുപോലെ സ്വസ്ഥമായ ജീവിതവുമാണ് ക്രിയേറ്റീവ് മൈൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ സോളിറ്റ്യൂഡിൽ അഥവാ മോണോട്ടോണിയിൽ കഴിയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർ ഒരു ഗ്രൂപ്പിലൊക്കെ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു പക്ഷേ അവർക്ക് അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം ആ ഗ്രൂപ്പിൻ്റെ ഒരു പൊട്ടൻഷ്യലിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കാനേ അവരുടെ മൈൻഡ് സെറ്റ് വർക്ക് ചെയ്യുള്ളൂ. എന്നാൽ അതേസമയം അവർ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു ഡിസ്ട്രാക്ഷൻസോ അല്ലെങ്കിൽ മറ്റൊരു കൺസ്ട്രെയിൻസോ ഇല്ലാതെ തന്നെ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് വരികയും അതുകൊണ്ട് തന്നെ അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ അൺലീഷ് ചെയ്യാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പീപ്പിൾ വിൽ ലവ് ടോക്കിംഗ് ടു യു വെൻ യു ഡോണ്ട് ടോക്ക്. ഇതിന് ഉദാഹരണമായിട്ട് ഓത്തർ തന്നെ അവരുടെ ലൈഫിൽ നിന്നും ഒരു ലെസൺ പറയുന്നുണ്ട്. ഓത്തർ അവരുടെ ലൈഫിൽ ഒരു ഡേറ്റിന് പോയ സമയത്ത് അവർ ആദ്യമായി മീറ്റ് ചെയ്യുന്ന ഒരാളുമായിട്ട് അധികമൊന്നും സംസാരിക്കാതെ വളരെയധികം റിലക്റ്റൻ്റ് ആയിട്ടിരിക്കുന്നതിന് പകരം വളരെയധികം ആക്റ്റീവായിട്ട് ഇരുന്നിട്ട് അയാൾക്ക് പറയാനുള്ളതെല്ലാം ലിസൺ ചെയ്യുകയും അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോൺവെർസേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം സംസാരിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. വളരെ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തെങ്കിലും വളരെയധികം കുറച്ച് മാത്രമേ സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഓത്തർ. എന്നാൽ ഇതിന് ശേഷം ആ വ്യക്തി ഇംപ്രസ്ഡ് ആവുകയും അയാൾ ആ ഷോ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ആളുടെ അടുത്ത് പോയിട്ട് ഓത്തറിനെ പറ്റി വളരെ നല്ല അഭിപ്രായം പറയുകയും അവർ നല്ലൊരു കോൺവെർസേഷണലിസ്റ്റ് ആണെന്ന് പറയുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് നമ്മുടെ ഓത്തറല്ല മറ്റേ ആളാണെന്ന കാര്യം അയാൾ പോലും മറന്നുപോയി. ഇത്തരത്തിൽ ആളുകളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സൈലൻസ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് യു വിൽ ലേൺ ടു റീഡ് പീപ്പിൾ എന്നുള്ളതാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെപ്പറ്റിയുള്ള ഒരു ഇംപ്രഷൻ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതേ സമയം നമ്മൾ അധികം സംസാരിക്കാതെ നമ്മൾ വളരെ സൈലൻ്റായി അവരെ ഒബ്സർവ് ചെയ്യുകയും അവർ പറയുന്നതിനെ വളരെ ആക്റ്റീവ്ലി ലിസൺ ചെയ്യുകയും ആ ഒരു കോൺവെർസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരെ റീഡ് ചെയ്യാൻ ഒരുപാടധികം അവസരങ്ങൾ ലഭിക്കുകയാണ്. അവരെപ്പറ്റി മനസ്സിലാക്കാനുള്ള പല നുവാൻസസ് അവർ തന്നെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരികയാണ്. നമ്മളത് ഒബ്സർവ് ചെയ്ത് അതിനൊന്ന് അനലൈസ് ചെയ്താൽ മാത്രം മതിയാവും. അവിടെ നമുക്ക് വളരെ സൈലൻ്റായി ഇരുന്നു കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അവരെപ്പറ്റി അവർ പറയാത്ത കാര്യങ്ങൾ പോലും മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് സൈലൻസിൻ്റെ പവർ എന്ന് പറയുന്നത്.
നമ്മൾ എത്രയൊക്കെ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചാലും അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെയും നമ്മുടെ ഇൻട്ടൊണേഷനിലൂടെയും ഈവൻ നമ്മുടെ ശബ്ദത്തിലുള്ള ചെറിയ ഇടർച്ചയിലൂടെ പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് സത്യം. എന്നാൽ ഇത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നു. എന്നാൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വളരെ സൈലൻ്റ് ആയിട്ട് ഇത് ചിലപ്പോൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളെപ്പറ്റിയുള്ളൊരു നല്ലൊരു ഇംപ്രഷൻ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് നമ്മളെപ്പറ്റി മനസ്സിലാക്കാനും ഇത്തരത്തിൽ സൈലൻ്റായി ഇരിക്കുന്നവർക്ക് സാധിക്കുന്നു എന്നാണ് ഓത്തർ പറയുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വെൻ ടു സ്റ്റേ ക്വയറ്റ് എന്നുള്ളതാണ്. എപ്പോഴാണ് നമ്മൾ ക്വയറ്റായി ഇരിക്കേണ്ടത് അല്ലെങ്കിൽ സൈലൻ്റ് ആയി ഇരിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഓത്തർ ഇവിടെ പറയുന്നത്. ഓത്തർ ഇവിടെ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലെ കഥ പറയുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിസ്റ്റ് മോങ്ക് അദ്ദേഹം ജോയിൻ ചെയ്തിട്ട് കുറച്ച് നാളെ ആയുള്ളൂവെങ്കിലും അവിടെയുള്ള എല്ലാവരുമായിട്ട് കമ്പനി ആവുകയും അവരുമായിട്ടൊക്കെ ഒരുപാടധികം സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. ലോകത്തിലെ എന്ത് വിഷയത്തെപ്പറ്റി കിട്ടിയാലും അയാൾ വാദവരാതെ സംസാരിച്ചുകൊണ്ട് അവിടെയുള്ള എല്ലാവരുടെയും മനസമാധാനം കളയുമായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു വെറുപ്പിക്കലായിട്ട് അയാൾ മാറിയെന്ന് അവിടെയുള്ള മറ്റ് മൊണാസ്ട്രിയിലുള്ള ആളുകളെല്ലാം തന്നെ കരുതി അയാളോട് വളരെ ഒരു മോശമായിട്ടുള്ള സമീപനം കാഴ്ചവെച്ച് തുടങ്ങി. ഇത് അയാൾക്ക് മനസ്സിലാവുകയും ഇത് അയാളെ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്തു. ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരം എന്നറിയാൻ വേണ്ടി ആ മോങ്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് കാര്യം പറഞ്ഞു. ഞാൻ അധികം സംസാരിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ആളുകൾക്കൊന്നും എന്നെ ഇഷ്ടപ്പെടുന്നില്ല, അവരെല്ലാം എന്നിൽ നിന്നും അകന്നു പോകുന്നു എന്ന് അദ്ദേഹം പരാതി പറയുന്നു. ഇതു കേട്ട് ഗുരു അദ്ദേഹത്തിനോട് പറഞ്ഞത്, നമ്മൾ സംസാരിക്കുന്നത് നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നാൽ അതിനർത്ഥം നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നൊരു അഹങ്കാരം നമുക്കുണ്ട് എന്നുള്ളതാണ്. ആ അഹന്ത ഒരു പക്ഷേ മറ്റുള്ളവർക്ക് ഇഷ്ടമാവണമെന്നില്ല. എന്നാൽ നമ്മൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ടെന്നും നമുക്ക് പഠിക്കാനായി ഒരുപാടുണ്ടെന്നും ഉള്ള ഒരു മീനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് നിനക്ക് പഠിച്ചെടുക്കാനോ അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ ശീലങ്ങൾ മാറ്റാനോ സാധിക്കില്ല. എന്നാൽ എപ്പോഴൊക്കെ സൈലൻ്റ് ആയിരിക്കണം, എപ്പോഴൊക്കെ ക്വയറ്റ് ആയിരിക്കണം എന്നുള്ളതിൻ്റെ 4 സിറ്റുവേഷൻസ് ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്നും ഗുരു പറയുന്നു. ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വെൻ യു ഫീൽ നോ വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ്. നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്കും മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടോ വലിയ കാര്യമൊന്നുമില്ല. കാരണം ലൈഫ് ഈസ് നോട്ട് സെയിം ഫോർ എവ്രി വൺ. നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമുക്കുണ്ട് എന്ന് കരുതുന്ന വിഷമങ്ങളെല്ലാം തന്നെ മറ്റൊരാൾക്ക് വെറും ഒരു കെട്ടുകഥ മാത്രമായിരിക്കും. അവർക്കത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെയോ നമ്മൾ വിഷമിക്കുന്ന പോലെയോ ഒന്നൊക്കെ നമ്മളോട് എംപത്തൈസ് ചെയ്യാനോ അവർക്ക് സാധിക്കണമെന്നില്ല. കാരണം അവരുടെ ജീവിത സാഹചര്യം നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിരിക്കും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത ആൾക്കാരോട് നമ്മുടെ ഇമോഷൻസോ ഫീലിങ്സോ ഷെയർ ചെയ്യാൻ പാടുള്ളതല്ല. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വെൻ യു ഡോണ്ട് ഹാവ് ഇനഫ് ഇൻഫർമേഷൻ ദെൻ ഡോണ്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. ലൈഫിൽ പൈലറ്റ് ആവണമെന്ന് ആഗ്രഹിച്ച ഒരാൾ അതിനുവേണ്ടി കുറേ ശ്രമങ്ങൾ നടത്തുകയും എന്നാൽ അതൊന്നും നടക്കാതെ പോയപ്പോൾ അയാൾക്ക് പൈലറ്റ് ആവാൻ ഒരു പുസ്തകം കിട്ടുകയും ചെയ്യുന്നു. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഏത് പ്ലെയിനും പറപ്പിക്കാമെന്നൊരു വിശ്വാസം അയാൾക്കുണ്ടാവുകയും അതിൽ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് അയാൾ ആ പുസ്തകം വായിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അയാൾ എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ അയാൾക്കൊരു പ്ലെയിന് പറത്താനുള്ള അവസരം തന്നെ ലഭിക്കുകയാണ്. എന്നാൽ പ്ലെയിന് ടേക്ക് ഓഫ് ചെയ്യാനുള്ള വിവരം മാത്രമേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ. അത് ലാൻഡ് ചെയ്യാനുള്ള വിവരം അയാൾക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് പറപ്പിച്ച് താഴേക്ക് ഇറക്കാനുള്ള ധൈര്യം അയാൾക്കില്ല. കാരണം ലാൻഡിങ്ങിനെ പറ്റിയുള്ള നോളജ് അയാൾക്കില്ലായിരുന്നു. അങ്ങനെ ആ പ്ലെയിൻ ഇറക്കുന്നതിനിടയിൽ ലാൻഡ് ചെയ്യുന്നതിനിടയിൽ ആക്സിഡൻ്റ് ആവുകയും അയാൾ അതിൽ നിന്നും രക്ഷപ്പെടാതെ പോവുകയും ചെയ്യുന്നു. ഈ സ്റ്റോറി ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള, അതായത് ഇമാജിനറി ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. എന്നാൽ പോലും ഇതിൽ പറയുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ ഹാഫ് നോളജ് ആയിരുന്നു കഴിഞ്ഞാൽ കാര്യമില്ല. കാരണം നമുക്കൊരു കാര്യത്തെപ്പറ്റി പൂർണ്ണമായ അറിവില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൽ അറിവ് നേടാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ആ നോളജ് ഹാഫ് നോളജ് സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അത് നമുക്ക് തന്നെ ഡേഞ്ചർ പിന്നീട് ഭാവിയിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ക്വയറ്റായിട്ട് സൈലൻ്റ് ആയിട്ട് ഇരിക്കാനുള്ള മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവോയ്ഡ് ബീങ് എ പാർട്ട് ഓഫ് ബാക്ക് ബൈറ്റിംഗ്. ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ ഇരിക്കുകയാണ്. നിങ്ങളൊരു 4-5 പേരിരിക്കുന്ന ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് നിങ്ങളുടെ കയ്യിലുണ്ട്. അവരുടെ കൂടെ ഇരുന്ന് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുകയാണ്, അവരുമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ഫ്രണ്ടിന് ഫോൺ വരികയും ആ ഫ്രണ്ട് അവിടെ നിന്നും പുറത്തേക്ക് പോവുകയും ചെയ്യുകയാണ്. ഇതിനിടയിൽ അവിടെ ഇരുന്ന മറ്റുള്ള സുഹൃത്തുക്കൾ ആ പുറത്തു പോയ സുഹൃത്തിനെ പറ്റി മോശമായിട്ട് ബിച്ച് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഫ്രണ്ട്ഷിപ്പിൽ അവർക്ക് അയാളോട് എന്തോ ഒരു അതൃപ്തി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ നമ്മളും അതിൻ്റെ ഭാഗമായിട്ട് അയാളെ പറ്റി മോശം പറയുന്നത് ഒരിക്കലും നല്ല ക്വാളിറ്റി അല്ല. കാരണം നമുക്ക് അയാളോട് വ്യക്തിപരമായി പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ, പേഴ്സണലി ഒരു ഗ്രഡ്ജ് നമുക്ക് അയാളോട് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അയാളെപ്പറ്റി കുറ്റം പറയേണ്ട കാര്യമില്ല. കൂടെയുള്ള സുഹൃത്തുക്കളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി മാത്രം മറ്റൊരാളെ പറ്റിയിട്ട് ഒരു പേഴ്സണൽ ഗ്രഡ്ജും ഇല്ലാതെ ബിച്ച് ചെയ്യുകയോ ബാക്ക് സ്റ്റാബ് ചെയ്യുകയോ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്. ഇതിൽ നിന്നും
നമുക്കുണ്ടാവാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇതുപോലെ നമ്മളും ആ ഒരു ഗ്യാങ്ങിൽ നിന്നും കുറച്ച് നേരം മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മളെപ്പറ്റിയും അവർ സംസാരിക്കുമെന്ന ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. അതുമാത്രമല്ല, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു സ്പൈ ഉണ്ടാവും. ആ സ്പൈ മറ്റേ സുഹൃത്തിനെ അറിയിക്കുകയും ആ സുഹൃത്തും നമ്മളും തമ്മിലുള്ള ബന്ധം ഒരു കാര്യവുമില്ലാതെ ഇല്ലാതാവുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള ബാക്ക് സ്റ്റാബിങ്ങിലും അല്ലെങ്കിൽ ബാക്ക് ബൈറ്റിങ്ങിലും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അനാവശ്യമായി ആളുകളെപ്പറ്റി കുറ്റമോ അല്ലെങ്കിൽ കുറവുകളോ പറയാതെ ഇരിക്കുക. കാരണം ഇത് നാളെ നമ്മളെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമായി വരാൻ സാധ്യതയുണ്ട്. നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങളെപ്പറ്റി അല്ലെങ്കിൽ നമുക്ക് അവരോട് പ്രത്യേകിച്ച് പ്രശ്നമോ പേഴ്സണൽ ഗ്രഡ്ജോ ഇല്ലെങ്കിൽ നമ്മൾ അവരെ പറ്റി മോശം പറയുന്നത് തീർച്ചയായും അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുകയും അത് നമ്മളെപ്പറ്റിയുള്ള ബാഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുകയും ഈവൺ ആ റിലേഷൻഷിപ്പോ ഫ്രണ്ട്ഷിപ്പോ പോലും ഇല്ലാതാവാൻ പോലും കാരണമാവുന്നു. ക്വയറ്റായിരിക്കേണ്ട, സൈലൻ്റ് ആയിരിക്കേണ്ട നാലാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വെൻ സമ്മൺ ഈസ് ത്രോയിങ് ദർ ആങ്കർ ടു യു. മറ്റൊരാൾ വളരെയധികം ദേഷ്യത്തോടെ നമ്മളോട് സംസാരിക്കുകയും അവരുടെ ദേഷ്യം മൊത്തം നമ്മുടെ മേൽ പറഞ്ഞു തീർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അവരോട് തിരിച്ച് സംസാരിക്കുകയാണെങ്കിൽ, തിരിച്ച് കയർത്ത് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു വഴക്കിലേക്ക് കൊണ്ടുപോവുകയും അത് നമുക്ക് രണ്ടുപേർക്കും പ്രശ്നങ്ങൾ മാത്രം അല്ലെങ്കിൽ വളരെയധികം മോശമായിട്ട് അത് ബാധിക്കുകയും ചെയ്യും. മെൻ്റൽ ഹെൽത്തിനെ പോലും എഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അത്തരം പ്രശ്നങ്ങൾ പോയേക്കാം. എന്നാൽ അവിടെ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് നിൽക്കുക എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, മറിച്ച് അവർ പറയുന്ന കാര്യങ്ങളെ വളരെയധികം ഫാക്ച്വലായിട്ട് അഥവാ വസ്തുതാപരമായിട്ട് ഖണ്ഡിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എങ്കിൽ അത് വളരെ കാമായിട്ടും വളരെയധികം എഫേമിംഗ് ആയിട്ടും സംസാരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അവർ കൺവിൻസ്ഡ് ആയാലും ഇല്ലെങ്കിലും നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യുക, ക്ലാരിഫൈ ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ ജോലി. അല്ലാതെ ആ ഫൈറ്റിൽ, ആ ആർഗ്യുമെൻറ്റിൽ ഏറ്റവും അധികം ശബ്ദം ഉയർത്തുന്ന ആളല്ല വിജയി. മറിച്ച് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി വസ്തുതാപരമായി പറഞ്ഞ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ ആ കോൺവെർസേഷനിൽ അല്ലെങ്കിൽ ആ ആർഗ്യുമെൻറ്റിൽ വിജയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൽ മറ്റൊരു ബോഡി ലാംഗ്വേജ് ട്രിക്ക് കൂടിയുണ്ട്. അതായത് ഒരാൾ വളരെയധികം കയർത്ത് സംസാരിക്കുകയും നമ്മൾ അതിന് റിപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെയധികം കാമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ആളുകൾ കൂടുതലും സപ്പോർട്ട് ചെയ്യുക കാമായിട്ട് സംസാരിക്കുന്നവരെ ആയിരിക്കും. ശബ്ദമുയർത്തി സംസാരിക്കുന്ന ആൾ പറയുന്നത് ശരിയാണെങ്കിൽ പോലും ആളുകൾ സപ്പോർട്ട് ചെയ്യുക അയാളുടെ ബിഹേവിയറിനെയല്ല, മറിച്ചിട്ട് വളരെ കാമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയായിരിക്കും. ഇതൊരു തരം സൈക്കോളജി കൂടിയാണ്. ഇതും നമ്മളെ ഇത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ കാമായിട്ട് പെരുമാറുന്നതിലൂടെ, ക്വയറ്റായിട്ട് ഇരിക്കുന്നതിലൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇത്തരം സിറ്റുവേഷൻസിൽ വളരെയധികം ക്വയറ്റായി ഇരിക്കാനും സൈലൻ്റായി ഇരിക്കാനും വേണ്ടി ശ്രമിക്കുക എന്ന് ഗുരു അദ്ദേഹത്തിനോട് പറഞ്ഞു. ഇത് കേട്ട മോങ്ക് പിന്നീട് ജീവിതത്തിൽ ഇത്തരം സിറ്റുവേഷൻസിൽ പരമാവധി ക്വയറ്റായി ഇരിക്കാൻ, അമിതമായും അനാവശ്യമായും സംസാരിക്കുന്നതിന് പകരം സൈലൻസ് പ്രാക്ടീസ് ചെയ്യാനും തുടങ്ങി. ഇത്രയും പോയിന്റുകളാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും സൈലൻസിനെ പറ്റിയും ക്വയറ്റായിട്ടിരിക്കുന്ന ആൾക്കാരുടെ ക്വാളിറ്റീസിനെ പറ്റിയും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സൂസൻ കെയ്ൻ എഴുതിയ ക്വയറ്റ് എന്ന പുസ്തകം തീർച്ചയായിട്ടും നല്ലൊരു സെൽഫ് ഹെൽപ്പ് ബുക്ക് തന്നെയാണ്.